ഹായ്, എല്ലാവർക്കും നമ്മുടെ ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഉറക്കം എണീച്ചു. ഇപ്പോൾ സമയം ഒരു 8:10 അപ്പോൾ ഇനി നമ്മുടെ രാവിലത്തെ ജോലികളെല്ലാം അവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജോലികളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇത്തിരി മുടിയൊക്കെ ഒന്ന് കോതി വൃത്തിയാക്കാനുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ അടുക്കളയിലേക്ക് പോകും. തലമുടി ഒരുപാടുള്ളതുകൊണ്ട് വലിയ പാടാണ്. മുടി പിന്നെ കെട്ടി വെക്കണ്ടെങ്കിലും ഇങ്ങനെ കോതി ഒതുക്കുന്നതാണ് ഏറ്റവും വലിയ ജോലി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. ഡെയിലി ഉണ്ടാവും. നമുക്കങ്ങനെ പുറത്തൊന്നും പോയിട്ട് വ്ളോഗ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. എൻ്റേതായിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ വീട്ടിനകത്തുള്ള എന്ത് ചില സമയത്ത് നമ്മൾ എത്ര കോതിയാലും ഇത് ഞാൻ ഇന്നലെ നന്നായിട്ട് എണ്ണ തേച്ച് കുളിച്ചതുകൊണ്ടാണ്. ഞാൻ മിക്ക ദിവസവും എണ്ണ തേച്ച് തന്നെയാണ്. പക്ഷേ ഒതുങ്ങുന്നില്ല. എന്തോ പോലെയൊക്കെ ഇരിക്കുന്നു. അവിടെ ഇരിക്കട്ടെ. ഇനി അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം കുളിക്കാനായിട്ടുള്ളത്. ഇത് അതിന് മുമ്പായിട്ടുള്ള ചെറിയൊരു നമുക്കൊരു സ്വഭാവമുള്ളതെന്ന് വെച്ചാൽ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ഇട്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. എന്ത് നമ്മൾ ചെയ്തില്ലെങ്കിലും കെട്ടിയവനെ എടുത്ത് നെറ്റിയിലിടണം എന്നാണ് ശാസ്ത്രം. അയ്യോ, അതൊരു ഒരുമ്പോക്കിലിടക്കമായിപ്പോയി. അങ്ങനെ നമ്മൾ കെട്ടിയവനെ നെറ്റിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്റ്റിക്കർ പൊട്ടെല്ലാം തീർന്നെന്ന് തോന്നുന്നു. ആട്ടുംപുഴുക്കേക്കാളും ചെറുതായിട്ടുണ്ട്. ഇതില്ലാതെ ഒരു രക്ഷയില്ല. പിരികം വളരെ കുറവാണ്. ഇതിപ്പോൾ വരച്ച് കൊളാവുമെന്നാണ് തോന്നുന്നത്. പിടിക്കാൻ പോലും ഇല്ലടേ. മുകളിലോട്ട് മലർന്ന് നോക്കി പിരികം വരയ്ക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട എനിക്കെന്താ കോങ്കണ്ണാണോ എന്ന്. അത് ക്യാമറ വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിൽ കണ്ണാടിയുണ്ട്. കണ്ണാടിയിലാട്ടോ നോക്കുന്നത്. ഇതൊക്കെ എന്തോ കോലത്തിലായി. മേക്കപ്പ് ഇല്ലാണ്ട് ഒരു പരിപാടിക്ക് നിൽക്കില്ല. അതെൻ്റെ ജന്മ സ്വഭാവമാണ്. രാവിലെ എണീച്ച് പല്ല് തേച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ഇടുക. മതി, ഇത്രയൊക്കെ മതി. ഇനി എന്താണ്? ഇതിനകത്താണ് നിറയെ മേക്കപ്പ് സിസ്റ്റങ്ങൾ. അപ്പോൾ നമുക്കിനി അടുക്കളയിലേക്ക് പോവാം. അവിടെയാണ് ഇനി അടുത്ത യുദ്ധം നടക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ടേബിളിൻ്റെ പുറം ഒന്ന് തുടച്ചിടാം. രാവിലത്തെ ജോലിയിൽ പെടുന്നതാണ് ഇതൊക്കെ. എന്നിട്ട് വേണം നമ്മുടെ യുദ്ധം തുടരാനായിട്ടുള്ളത്. ഇനി നമുക്ക് മലക്കറി എടുത്ത് അയ്യോ ഭഗവതി, ഫ്രിഡ്ജൊക്കെ കുറച്ച് പഴയ ഫ്രിഡ്ജാണ്. അതുകൊണ്ട് ഫ്രിഡ്ജിൻ്റെ സൊനോഗ്രഫി അത്രയും പോയിരിക്കുകയാണ്. ഈ പാല് കണ്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. ഇത് മുഴുവനും ഞങ്ങളുടെ ആവശ്യത്തിനുള്ളതല്ല. വീട്ടിൽ കടയുണ്ട്. അപ്പോൾ ആ കടയുടെ ആവശ്യത്തിനുള്ളതാണ്. അയ്യോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത അംഗം സാമ്പാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അതിനു മുമ്പ് ഇവിടെ നേരം വെളുത്തപ്പോൾ തൊട്ടേ അശ്രാന്ത പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയുണ്ട്. തൊഴിലാളിയെ കാണിച്ചു തരാം. തൊഴിലാളി പെട്ടെന്ന് ഡ്രസ്സൊക്കെ സാരിയൊക്കെ പിടിച്ച് നേരെ ഇടുകയാണ്. കണ്ടില്ലേ? കാണുമ്പം എടുത്ത് തിന്നണം എന്നൊക്കെ കൊതി തോന്നും. പക്ഷേ എടുക്കാൻ ചെന്നാൽ കൈ വെട്ടും. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും പണ്ടത്തെ കശുവണ്ടി തൊഴിലാളി ആയിരുന്നിരിക്കും എന്ന് തോന്നും. അങ്ങനെ കശുവണ്ടി തൊഴിലാളിയൊന്നുമല്ല. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ നമ്മുടെ അയൽക്കാർ ഒരാളിങ്ങനെ കശുവണ്ടി വീട്ടിലിരുന്ന്
ചുമ്മാതിരുന്ന് തിന്നുന്നവരൊക്കെ ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് വൃത്തിയാക്കി കൊടുക്കുമ്പോൾ അതിന് പൈസ കിട്ടും. അങ്ങനെ അതാണ് വീട്ടിലിരുന്നപ്പോൾ ചെയ്യുന്ന പരിപാടിയാണ്. കണ്ടില്ലേ, കണ്ടാൽ തിന്നാനൊക്കെ തോന്നും, പക്ഷെ തിന്നു കഴിഞ്ഞാൽ പണി കിട്ടും, പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. നമ്മളങ്ങനെ വ്ളോഗ് എടുത്തിട്ടുള്ള ശീലമൊന്നുമില്ല. വ്ളോഗ് എടുത്ത് നേരത്തെ ശീലമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ എടുക്കുന്നതിൽ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നതിലൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയില്ല. മുറിയാത്തൊരു ഇരുമ്പ് അപ്പൂപ്പൻ്റെ കാലത്ത് പോലും മുറിയില്ല. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക്, ജോലി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ജോലിക്കൊരു സ്പീഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു പാട്ട് പാടണം, എന്നാലേ നമുക്ക് സ്പീഡ് കിട്ടും. ഞാൻ അങ്ങനെയാണ് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കും, അല്ലാതെ അതിൽ ഒരു സ്പീഡ് കിട്ടില്ല. പാട്ട് പാടാൻ അറിയാമോ എന്ന് ചോദിച്ചാൽ തീരെ അറിയത്തുമില്ല. അതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കറി വെക്കാനായിട്ട് തുടങ്ങുന്നത് സാമ്പാർ, പിന്നെന്ത് വയ്ക്കാം, ഒരു തോരൻ, പിന്നെ അവിയൽ. ഇവിടെ കൂടുതലും വെജിറ്റബിൾ ആയിരിക്കും കൂടുതലും യൂസ് ചെയ്യുന്നത്. മീൻ വാങ്ങിക്കും വല്ലപ്പോഴും മാത്രം, സ്ഥിരമായിട്ടൊന്നും വാങ്ങിക്കത്തില്ല, വേണമെന്ന് തോന്നുമ്പോൾ വാങ്ങിക്കും. പിന്നെ ചിക്കൻ വാങ്ങിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ചിക്കനും വല്ലപ്പോഴും. ചിക്കൻ അങ്ങനെ ഡെയിലി അതൊന്നും യൂസ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ഇല്ല. പിന്നെ ഉരുളക്കിഴങ്ങനെ താല്പര്യവുമില്ല. അപ്പോൾ എന്തായാലും ഈ കഷ്ണങ്ങളെല്ലാം മുറിച്ചിട്ടതിന് ശേഷം കാണിക്കാം. ഇനി നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് പോകാം. അടുക്കളയിൽ കാണത്തക്കതായിട്ടൊന്നുമില്ല, കൂറ അടുക്കളയാണ്, എന്നാലും അങ്ങോട്ടേക്ക് പോവാം. കൂറയാണെങ്കിലും കണ്ടിരിക്കണമല്ലോ. ഇത് കുറച്ച് എന്തിനാണ് ഉപ്പുമുളക് അതൊക്കെ സംഭവങ്ങൾ വയ്ക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ പഴയ അടുക്കളയാണ്, കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഛർദി വരും, അമ്മാതിരി ഒരു അടുക്കളയാണ്. ഇതിനകത്തൊക്കെയാണ് നമ്മുടെ സജ്ജീകരണങ്ങളൊക്കെ. എന്ത് ചെയ്യുക, ഇത്രയ്ക്കുള്ള സംഭവങ്ങളേ ഇവിടെ ഉള്ളൂ. ഇതൊക്കെ പഴയതാണ്, 35 വർഷത്തോളം പഴക്കമുള്ള അടുക്കളയാണ്, കണ്ടോ. അപ്പോൾ ഈ ഭിത്തിയിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം മൊത്തത്തിൽ കരിയാണ്. വേറെ പുകക്കുഴലോ സംവിധാനങ്ങളോ ഒന്നുമില്ല, പിന്നെ വലയൊന്നുമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കണ്ടോ, അമ്മിക്കല്ലൊന്നും ഉപയോഗിക്കുന്നില്ല, അമ്മയുടെ ആവശ്യമില്ല നമുക്ക്. ഇതൊക്കെയാണ് സംവിധാനങ്ങൾ. ഇതൊക്കെ മൊത്തത്തിൽ കരി പിടിച്ച് പുകയടിച്ച് 35 വർഷം കൊണ്ടേ യൂസ് ചെയ്യുന്നതാണ്. ഇതിനെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പൈസ ഉണ്ടാവുന്ന സമയത്ത് ഒരു വീട് വയ്ക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അവിടത്തെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് അപ്പോൾ ഞാൻ അടുപ്പിലേക്ക് ഇങ്ങനെ ഇട്ട് പോക്കാം. ഇങ്ങനെ ഇത് മൺകലത്തിലാണ് വെക്കുന്നത്. ഇപ്പോൾ എനിക്ക് അടിപൊളിയായിട്ടൊരു അബദ്ധം പറ്റിയേനെ. കണ്ടില്ലേ, ഈ തക്കാളിക്ക കട്ട് ചെയ്യാതിട്ടിരിക്കുകയായിരുന്നു. ഈ തക്കാളിക്ക ഞാൻ അതുപോലെ എടുത്തങ്ങ് ഇട്ടേനെ, എങ്കിൽ അടിപൊളിയായിരുന്നു. ഞാൻ പരിപ്പൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. കുറേ നേരമായി പരിപ്പ് ഇട്ടിട്ട്. ചെറിയ ഉള്ളി, പരിപ്പ്, അതുപോലെ അമരപ്പയർ, ഈ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അല്ലാതെയുള്ള കഷ്ണങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഇനി ഈ അടുക്കളയിൽ കുറേ നേരം ഫോണൊന്നും കൊണ്ട് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. വിറകടുപ്പിലാണ് നമ്മുടെ യുദ്ധം. കാരണം ഗ്യാസൊക്കെ തീർന്നു, പിന്നെ എൻ്റെ ഗ്യാസ് സ്റ്റൗവിന് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മൊത്തം ഈ വിറവിലുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി നമുക്ക് കലത്തിൻ്റെ പുറം അത്രയും അങ്ങ് കണ്ടില്ലേ, തേച്ച് നമ്മൾ എത്ര വെളുപ്പിച്ചാലും അടുപ്പിൽ വെച്ച് ഇതിപ്പോൾ ചോറ് വാർത്തിടാറായി. അപ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ. അപ്പോൾ ഇനി സാമ്പാറൊക്കെ വേവട്ടെ, നമുക്കിനി പിന്നെ കാണാം. ബൈ. അപ്പോൾ നമ്മളിനി സാമ്പാറിന് അടുപ്പിൽ വെച്ചു.
ഇനി നമ്മൾ അടുത്തത് അവിയലാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിയലിന് ഉണ്ടാക്കാനായിട്ട് കറിക്ക് അരിയാനായിട്ട് പോവുകയാണ്. ഇത് മതി. ഇതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് സാമ്പാറിന് അരിഞ്ഞ വേസ്റ്റാണ്. ഈ പാത്രത്തിലാണ് നമ്മൾ അരിയാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് സാമ്പാർ ആവുമ്പോൾ അത് നമ്മൾ കാണിക്കും. ഇത് അവിയൽ ഞാൻ എങ്ങനെയാണോ വെക്കുന്നത് എന്നുള്ളത് കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കായുമായിട്ടാണ് അംഗം. അവിയലിന് അരിയാണ്. എല്ലായിടത്തും ഒരുപോലെയല്ല അവിയൽ വയ്ക്കുന്നത്. ചിലരൊക്കെ പുളി ചേർക്കും, ചിലരൊക്കെ മാങ്ങ ചേർക്കും. കൂടുതലും ഞാൻ കേട്ടിട്ടുള്ളത് തിരുവനന്തപുരം സിറ്റിയിലോട്ടൊക്കെ അങ്ങനെയാണ്. പക്ഷേ നമ്മൾ തിരുവനന്തപുരം ആണെങ്കിൽ നമ്മൾ പുളിയും മാങ്ങയൊന്നും ചേർക്കില്ല. സാധാരണ എങ്ങനെയാണോ അവിയൽ ഉണ്ടാക്കുന്നത് അതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അമ്മ അവിടെ ഇരുന്ന് അമ്മ അവിടെ ഇരുന്ന് അണ്ടി തൊലിച്ച് നടുവേന എടുക്കുന്നെന്ന് തോന്നുന്നു. ഹൂന്നൊക്കെ ആക്കുന്നു. ഇപ്പം തിമിരത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു 3 മാസം ആവുന്നതേ ഉള്ളൂ. തുട്ടാണല്ലോ മെയിൻ. അപ്പോൾ ഇനി ഈ പീസുകളെല്ലാം ഇതെല്ലാം അരിഞ്ഞതിന് ശേഷം നമ്മൾ കറി വെക്കാനെടുത്ത് കാണിക്കാം, അല്ലെങ്കിൽ പിന്നെ ലാഗ് അടിക്കും. അപ്പോൾ ഇനിതേ പടവലങ്ങയുടെ ഉള്ള ഇപ്പോണ് അത്യാവശ്യം നല്ല വലിയൊരു പടവലങ്ങയാണ്. ഇത് മൊത്തം ഇടണോ എന്ന് ചോദിച്ചാൽ നോക്കട്ടെ. വണ്ടിയിൽ സാധനം കൊണ്ടുവന്നു. നമുക്കൊരു കുഞ്ഞു കടയുണ്ട്. ആ കട ഇനി മറ്റൊരു ദിവസം കാണിക്കാം. ഇന്നിപ്പോൾ അതിനും കൂടി ടൈമില്ല. മറ്റൊരു ദിവസം കാണിക്കാം. കടയെന്ന് പറയാൻ ചെറിയ കടയാണ്, പക്ഷേ അത്യാവശ്യം സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു പടവലങ്ങയെന്ന് വെച്ചാൽ എനിക്ക് ഫാറ്റി ലിവറിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് പച്ചക്കറികളൊക്കെ ഒരുപാട് കഴിക്കണം. തീർന്നു പോയി. ഇത് 4 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉച്ചയൂണിനുള്ള തത്രപ്പാടിലായിരിക്കാം. എല്ലാം കണ്ടോ, ഞാൻ ഇങ്ങനെയാണ് ഇത് പടവലങ്ങ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ മുറിക്കും. ശേഷം എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇതിന് ഇനി ഇപ്പോഴൊന്നും കാണിക്കത്തില്ല. ഇനി അവിയലിൻ്റെ പീസുകളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം. നമ്മുടെ സാമ്പാറിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് വരാം. അയ്യോ എൻ്റെ കൈ. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് പൊടികളൊക്കെ ചേർക്കട്ടെ. അപ്പോൾ പൊടികളെല്ലാം ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് കാണിക്കാൻ പറ്റത്തില്ല, കാരണം വീഡിയോ പിടിക്കാൻ മറ്റാരുമില്ല. നല്ല കൊഴുക്കൊഴുത്ത് സൂപ്പർ സാമ്പാർ വന്നിട്ടുണ്ട്. വീഡിയോ പിടിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് പറ്റൂല. അതായത് ഞാൻ ഇതിലിട്ടത് മഞ്ഞൾപ്പൊടി ഉപ്പും നേരത്തെ തന്നെ കഷ്ണങ്ങൾ ഒന്ന് ചൂടായപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കായം ചേർത്തു, മുളക് പൊടി ചേർത്തു, മല്ലിപ്പൊടി ചേർത്തു, അതുപോലെ ഉലുവാപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് ചേർത്തത്. കായവും ചേർത്തു. അപ്പോൾ നല്ലൊരു കൊഴുകൊഴുത്ത നല്ലൊരു അടിപൊളി സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടുപ്പിനകത്തൊക്കെ കാണിച്ചാൽ ഭയങ്കര ചൂടാണ്. എൻ്റെ ഫോൺ ചിലപ്പോൾ പൊട്ടിപ്പോവാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇനി പിന്നീട് കാണിച്ചു തരാം. ഇറക്കി കടുക് പൊട്ടിക്കണം. പക്ഷേ ഫോൺ പിടിക്കാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മളിവിടെ കടുക് വറുക്കുകയാണ് കേട്ടോ. സാമ്പാറിലേക്ക് താളിക്കുന്നു എന്നൊക്കെ പലരും പറയും. നമ്മളിവിടെ കടുക് വറുത്ത് ഒഴിക്കുന്നു എന്നാണ് പറയുന്നത്.
ആയി കഴിഞ്ഞിട്ടുണ്ട്. കടുവെല്ലാം പൊട്ടിക്കഴിഞ്ഞു. കടുവ വറുത്ത് കഴിഞ്ഞു. ഇതിന് നമ്മൾ നമ്മുടെ സാമ്പാറിനകത്തേക്ക് ഇതെല്ലാം കോരി ഒഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡിയായി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ സാമ്പാർ. അപ്പോൾ നമ്മുടെ സാമ്പാർ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അവിയൽ വയ്ക്കും. അത് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അതിനുള്ള അരപ്പും റെഡിയാക്കിയിട്ടുണ്ട്. അരപ്പരയ്ക്കാൻ കാണിക്കാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മറ്റാരും ഇല്ല വീഡിയോ പിടിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഒരു 4-5 പീസ് 4-5 കാന്താരി മുളക് വിളഞ്ഞത്, പിന്നെ അതിനകത്ത് ജീരകം, വെളുത്തുള്ളി 3-4 വെളുത്തുള്ളി ഇട്ടു, ചെറുതായിരുന്നു. വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, അത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ അരപ്പിനകത്ത്. തേങ്ങ ഇതെല്ലാം കൂടി ഇട്ടാണ് അരച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ ഇതിനകത്ത് ഈ ഒരു പീസുകളിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് അടുപ്പിലേക്ക് വെക്കുകയാണ്. ഇനി ബാക്കി പിന്നെ. അപ്പോൾ നമ്മൾ കുറേ കറിവേപ്പിലയൊക്കെ അതിനകത്തിട്ടു അടുപ്പിനകത്തോട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ മാറ്റാൻ നേരത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അവിയൽ വെന്താന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ആവി പറക്കുന്ന അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ വഴുതനങ്ങ മെഴുക്കുവരട്ടി കൂടി വെക്കണം. അതിനുവേണ്ടി അരിഞ്ഞ് പച്ചമുളകും വഴുതനങ്ങയും ഉപ്പും ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരിത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഇത് അടുപ്പിലോട്ട് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി വരുമ്പോഴത്തേക്ക് ഒരു കുഴഞ്ഞു പോയി. അപ്പോൾ ഇന്നത്തെ കറികൾ ഇത്രയൊക്കെ ഉള്ളൂ. ഫ്രിഡ്ജിൽ ഒത്തിരി പച്ചക്കറിയുണ്ട്, പക്ഷേ എനിക്ക് സമയമില്ല. പിന്നെ നമ്മൾ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾ കൂടിയാണ്. അപ്പോൾ അവിയലൊക്കെ ഇവിടെ സെറ്റായിട്ടിരിപ്പുണ്ട്. ഇത് സാമ്പാർ പകർന്ന് വച്ചിട്ടില്ല. അപ്പോൾ ഇനി കുളിച്ച് ഫ്രഷായിട്ട് വേണം അതിലേക്കൊക്കെ പോവാം. അതിന് മുമ്പായിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് കിടക്കുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോറ്. നല്ല കൊഴുത്ത സാമ്പാർ കണ്ടില്ലേ? അതെ, നല്ല സാമ്പാറാണ്. സാമ്പാർ, അവിയൽ, ചോറ്, മെഴുക്കുവരട്ടി, കൊണ്ടാട്ടം മുളക്. അപ്പോൾ ഇന്ന് രാവിലത്തെ വ്ളോഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വൈകുന്നേരത്ത് കാണാം. ഒരുപാട് ജോലികൾ ഇനിയും ബാക്കി കിടക്കുന്നു. കുളിക്കണം. അതിനൊക്കെ ശേഷമാണ് ഇനി ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബായ്.